ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഗോവയോട് പരാജയപ്പെട്ടത്. മത്സരത്തിൽ സച്ചിൻ സുരേഷ് ഉണ്ടായിരുന്നില്ല. പരിക്ക് കാരണമാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായത്. പകരം കമൽജിത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറിയിരുന്നു. പുതുതായി ടീമിലേക്ക് വന്ന താരത്തിന് അരങ്ങേറ്റം നടത്താനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായ ധനഞ്ജയ് തൻ്റെ എക്സിൽ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് നോറ ഫെർണാണ്ടസിന് അവസരം നൽകാത്തതിലുള്ള തൻ്റെ ഒരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സച്ചിൻ സുരേഷിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ 1 ഗോൾ കീപ്പർ ആവാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ദുർബലമാണ് എന്നാണ് ധനഞ്ജയ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് നോറ ഫെർണാണ്ടസിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കാത്തത്? പുതിയ സൈനിങ് ആണ് കമൽജിത്ത്. അദ്ദേഹത്തിന് വരെ അവസരം ലഭിച്ചു. പക്ഷേ നോറയ്ക്ക് ഇതുവരെ അവസരം നൽകാൻ ക്ലബ്ബ് തയ്യാറായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ എപ്പോഴും ദുർബലമാണ്. സച്ചിനോട് എനിക്ക് ഒരു വിരോധവുമില്ല, പക്ഷേ നമ്പർ 1 ആവാനുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനില്ല. ഇതാണ് ഇപ്പോൾ ധനഞ്ജയ് തൻ്റെ അഭിപ്രായമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത സീസണിൽ എങ്കിലും ഒരു കാര്യമായ മാറ്റം ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലുള്ള ഗോൾ കീപ്പർമാർക്ക് ആർക്കും തന്നെ ഒരു നമ്പർ 1 ഗോൾ കീപ്പർ ആയിക്കൊണ്ട് തുടരാനുള്ള കപ്പാസിറ്റി ഇല്ല. മികച്ച ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.